എയർ പൊല്യൂഷൻ നിങ്ങളുടെ സ്കിന്നിനെ ബാധിക്കുന്നത് നിങ്ങൾ അറിയാറുണ്ടോ? പൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ മറ്റ് പല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമുക്ക് ശ്വാസം മുട്ടൽ, ബ്രീത്തിങ് ഇഷ്യൂസ്, അതൊക്കെ വരുന്നത് നമ്മൾ പൊതുവെ അറിയാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നോളജും ഉണ്ടാവും. പക്ഷെ നമ്മുടെ സ്കിന്നിനെ എയർ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ എയറിന്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പൊ പണ്ടൊക്കെ ഡൽഹി പോലെയുള്ള സിറ്റികളിലായിരുന്നു അത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിലെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും സ്റ്റിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്ഥലങ്ങളിൽ പോലും പൊടി അല്ലെങ്കിൽ പുക അല്ലെങ്കിൽ എയർ, അതായത് എയറിനെ മോശമാക്കുന്ന സകല പാർട്ടിക്കിൾസും നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ ഈ എയർ പൊല്യൂഷൻ നിങ്ങളുടെ ശ്വാസത്തെയും ബ്രീത്തിങ്ങിനെയും ഒന്നും മാത്രമല്ല കേട്ടോ ബാധിക്കുന്നത്, നമ്മുടെ സ്കിന്നിനെയും ബാധിക്കുന്നുണ്ട്. നമ്മുടെ സ്കിൻ ബാരിയർ എന്ന് പറയുന്ന സാധനം നമുക്കുണ്ട്. നമ്മുടെ പുറമേ നിന്നുള്ള പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ പുറമേ നിന്നുള്ള പൊല്യൂഷൻസ് ഇതിനെയെല്ലാം പ്രിവെന്റ് ചെയ്ത് ഒരു ബാരിയർ കീപ്പ് ചെയ്ത് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്കിൻ ബാരിയറിന് ഡാമേജസ് സംഭവിക്കാം. അതിലൊരു പ്രധാന കാരണമാണ് നമുക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് എയറിൽ പൊല്യൂഷൻസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ശരി, അപ്പം നമുക്കിപ്പോ മാസ്ക് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ നോർമലുള്ള എയർ പൊല്യൂഷൻസിനെ നമുക്ക് ഒരു സൊല്യൂഷൻ ആയിട്ട് കരുതാം. പക്ഷെ എങ്ങനെയാണ് ഈ സ്കിന്നിന് നമുക്ക് സ്കിൻ മൊത്തത്തിൽ ഇങ്ങനെ മാസ്ക്ഡ് ആയിട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ മാസ്ക്ഡ് ആയിട്ട് പോയിട്ടും കാര്യമില്ല. എന്നാലും പൊല്യൂഷൻസ് നമ്മുടെ സ്കിന്നിനെ സ്വാധീനിക്കും. നമുക്ക് ചെയ്യാവുന്നത് നല്ല ഗുഡ് ക്വാളിറ്റി വൈറ്റമിൻ സി സെറം, ഒപ്പം വൈറ്റമിൻ ഇ സെറം, ഇത് രണ്ടും അറ്റ്ലീസ്റ്റ് വീക്കിലി ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് കൊടുക്കുക. നൈറ്റ് ടൈം യൂസ് ചെയ്താൽ മതിയാകും. വൈറ്റമിൻ സി സെറം, വൈറ്റമിൻ ഇ സെറം. പറഞ്ഞു വന്നത്, എപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാവരും, നിങ്ങൾക്ക് വൈറ്റമിൻ സി സെറവും വൈറ്റമിൻ ഇ സെറവും ഉണ്ടല്ലോ, അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഫോർമുലേഷൻ എന്ന് ചോദിക്കാറുണ്ട്. നമ്മളിത് വെറുതെ ഫോർമുലേറ്റ് ചെയ്തതല്ല. ഈ പറയുന്ന രീതിയിൽ എയർ പൊല്യൂഷൻസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുക, ഒരു സംരക്ഷണ കവചം സ്കിൻ ബാരിയറിന് നമ്മൾ കൊടുക്കുക. അതാണ് വൈറ്റമിൻ സി സെറവും വൈറ്റമിൻ ഇ സെറവും തമ്മിൽ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങളത് ഗൂഗിൾ സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് ഡെർമറ്റോളജിസ്റ്റിനോട് ചോദിക്കാം. മറ്റൊരു സെറംസ് യൂസ് ചെയ്താലും ഈ ഒരു പൊല്യൂഷൻസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് കിട്ടില്ല. വീക്ക്ലി ട്വൈസ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ വീക്ക്ലി ട്വൈസ് മാത്രം യൂസ് ചെയ്യുന്നത്? വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്താൽ പോലും ദിവസങ്ങളോളം നമ്മുടെ സ്കിന്നിൽ അതിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ആ പ്രൊട്ടക്റ്റീവ് ലെയർ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ കവചം പോലെ നമ്മുടെ സ്കിന്നിനും ഒരു കവചമുണ്ട്. ആ കവചം പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പൊല്യൂഷൻസ് മൂലമുള്ള ആ ഒരു സ്കിൻ ഡാമേജ് തടയുകയും ചെയ്യും. അപ്പൊ മറക്കണ്ട, വൈറ്റമിൻ സി സെറവും വൈറ്റമിൻ ഇ സെറവും രണ്ടും നമുക്ക് ഒരുമിച്ച് ഒരിക്കലും ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പൊതുവെ അങ്ങനത്തെ ഫോർമുലേഷൻസ് കുറവാണ്. കാരണം വൈറ്റമിൻ സി എന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട് അല്ലെ, എ ഇ ഡി ഇ കെ എന്നുള്ള എ ഡി ഇ എ കെ. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, ഇതെല്ലാം ഓയിൽ സോല്യൂബിൾ അല്ലെങ്കിൽ ഫാറ്റ് സോല്യൂബിൾ ആണ്. അപ്പൊ നമ്മുടെ വൈറ്റമിൻ സി സെറം എന്ന് പറയുന്നത് ഓയിൽ സോല്യൂബിൾ ആണ്. അപ്പൊ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു ഫോർമുലേഷനിൽ പോസിബിൾ അല്ലാതെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഹൈപ്പഡ് ആയിരിക്കും. പക്ഷേ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ അതിന്റെ പ്രയോജനം നിങ്ങൾ 20s മുതൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ പ്രയോജനം എത്ര വയസ്സ് കഴിഞ്ഞാലും നിങ്ങളുടെ സ്കിന്നിനുണ്ടാകും. അപ്പോൾ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ സെറം ഉറപ്പായും പർച്ചേസ് ചെയ്യണം നിങ്ങൾ. അതിപ്പോ നമ്മളുടെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മളുടെ വൈറ്റമിൻ സി സെറത്തെ കുറിച്ച് അറിയാനും വൈറ്റമിൻ ഇ സെറത്തെ കുറിച്ച് അറിയാനും 9074321236